السميع العليم من الشيطان الرجيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കൾ, കേരളക്കരയിൽ നൂറുകണക്കിന് പ്രബോധകന്മാരെ തൗഹീദി പ്രബോധന രംഗത്ത് സംഭാവന ചെയ്ത നമ്മുടെ എല്ലാം അഭിമാന സ്തംഭമാണ് ഇടവണ്ണ ജാമിയ നദിവി. അതിൻ്റെ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും മറന്നു പോവാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹല്ലും സ്ഥാപനവും ഈ പറയപ്പെട്ട സ്ഥാപനമൊക്കെ ഉണ്ടാക്കുവാൻ അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുകയും ഇതുപോലെ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിച്ച എത്രയോ ആളുകൾ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ പൊതുവിൽ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വീട്ടിൽ ഏകദേശം എൻ്റെ ഈ അരൻ്റെ പൊക്കത്തിലുള്ള ഒരു ബക്കറ്റ് ഉണ്ട്. ചിലവരെ വീട്ടിലൊക്കെ ഉണ്ടാവും. അത് വെള്ളം നിറക്കാനുള്ളതല്ല, തിരുമ്പാനുള്ളത് കൊണ്ടുപോയിടാനുള്ളതാണ്. എൻ്റെ വീട്ടിലെ നിയമം അതിലിട്ടാലേ ഒരു തിരുമ്പുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു കള്ളിത്തുണി 1.5 ആഴ്ച അതിനെ കാണാനില്ല. അയലുമ നോക്കിയില്ല, തിരുമ്പിയ പിന്നെ എടുത്തിക്കണ അലമാരി നോക്കി അവിടെയില്ല. പിന്നെ ഇപ്പോൾ അതാരെ കൊണ്ടുപോയി ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് ഞാൻ എറിഞ്ഞത് കുറച്ച് അപ്പുറത്ത് കഴിഞ്ഞു. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ബക്കറ്റിൻ്റെ അപ്പുറത്ത് ഒരു 1.5 ആഴ്ചയായിട്ട് എത്തി മക്കൾ കിടക്കണ മാതിരി കിടക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇതെത്തപ്പത്ത് ഇങ്ങനെ കിടക്കണത്, തിരുമ്പിയില്ലേ? അപ്പോൾ ഓടി ചോദിച്ചു, നിങ്ങൾ എവിടെ ഇട്ടീനേന്ന് ചോദിച്ചു. അത് ഇങ്ങോട്ട് ആയി പോയതായിട്ട് തിരുമ്പിയാളി എന്നത് ഇതിലിട്ടാലേ നമ്മൾ ഏൽക്കുള്ളൂ. അപ്പോൾ ആ ബക്കറ്റ് അങ്ങനെ ബക്കറ്റ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ് പോയി ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൽ ഫുള്ള് വെള്ളം നിറക്കുക. എന്നിട്ട് നിങ്ങളെ തല ഒന്ന് വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുക. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും പറയാം, ഒരു 2-3 മിനിറ്റ് 4-5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ അമർത്തി പിടിക്കണം എന്ന് പറയരുത്. പറഞ്ഞാൽ അടുത്ത സംഗമത്തിന് ആളുണ്ടാവില്ല. എത്ര സമയം നമ്മളെ തല വെള്ളത്തിൽ 3 മിനിറ്റ് കൂടി നിൽക്കാൻ കഴിയില്ല. 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബോധം പോകും. ആ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യൻ ശ്വാസം കിട്ടാതെ അനുഭവിക്കുന്ന പ്രയാസം എന്താണോ അതാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ 24 മണിക്കൂർ. മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കഗരീഖിൽ മുതഗവ്വിസ്. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ, ഒരു സലാം പറച്ചിൽ അങ്ങോട്ട് എത്തുമ്പോൾ ദുനിയാവ് മുഴുവൻ കിട്ടിയ മനുഷ്യന്റെ സന്തോഷം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പറയാം. ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ നമുക്ക് ഈ പള്ളിൻ്റെ മുറ്റത്ത് എന്തായാലും ഒരു പരിപാടി ആരംഭിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ മലക്കളോട് നമ്മെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ ഒന്ന് കൂടി ആലോചിച്ച സംഭവം പറയും. മനുഷ്യനെ സൃഷ്ടിച്ചത് ആകാശഭൂമിയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം, മലക്കളെ സൃഷ്ടിച്ചതിന് ശേഷം, ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോഴോ മലക്കളെ സൃഷ്ടിക്കുമ്പോഴോ
അള്ളാഹു ഒരു ശക്തികളോടോ വ്യക്തികളോടോ കൂടി ആലോചിച്ചില്ല, ഓനായിട്ട് ഉണ്ടാക്കിയതാ. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോ ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ തലമുറയായി നിലനിൽക്കുന്ന ഒരു തലമുറ ആർജിച്ച അറിവും കഴിവും അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുവാനും ഏറ്റെടുത്തവർ അത് വീണ്ടും വിജ്ഞാനത്തിലൂടെ വർദ്ധിപ്പിച്ച് തൊട്ടടുത്ത തലമുറക്ക് കൈമാറാനും പറ്റുന്ന രൂപത്തിൽ തലമുറയായി ഇവിടെ നിൽക്കുന്ന ഒരു ഇബാദ ഖലീഫന്റെ അർത്ഥം. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകും നമ്മളിപ്പോ ഒരു കാര്യം കൂടി ആലോചിക്കണത് നമുക്ക് വിവരമില്ലാത്ത അപ്പുറത്തുനിന്ന് കിട്ടാനാ. നമ്മൾ എടുത്ത തീരുമാനത്തിൽ എന്തേ അബദ്ധം ഉണ്ടേ മറ്റുള്ളവർ തിരുത്താനാണ്. അള്ളാഹ് അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് വേറെ ആവശ്യമില്ലല്ലോ. പക്ഷെ അള്ളാഹു നമ്മെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ മലക്കളോട് കൂടി ആലോചിച്ചെന്ന് മാത്രമല്ല, വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ എഡിഷനായ ഖുർആനിൽ പോലും അത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്താ അർത്ഥം? നിങ്ങളെ വെറുതെ ഉണ്ടാക്കിയതല്ല. അതൊക്കെ വെറുതെ അങ്ങനല്ല, അവയ്ക്കൊന്നും നിർവഹിക്കാൻ കഴിയാത്ത, അവയെ ഒന്നും ആകാശത്തെയോ ഭൂമിയെയോ പർവ്വതങ്ങളെയോ പടകോടി ജീവജാലങ്ങളെയോ ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെ, അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളെ സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഈ കൂടിയാലോചന സംഭവം ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, എന്താ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? അതോ ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ, നമ്മെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവനെ കണ്ടെത്തുകയും അവനെ മനസ്സിലാക്കുകയും അവന്റെ നിയമനിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം. ആകാശം ഏറ്റെടുക്കാൻ മടിച്ചതാണ്, ഭൂമി ഏറ്റെടുക്കാൻ മടിച്ചതാണ്, പർവ്വതം ഏറ്റെടുക്കാൻ മടിച്ചതാണ്. ഖുർആൻ പറഞ്ഞു ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ. ഈ മൂന്ന് ശക്തിയാണല്ലോ ഏറ്റവും വലുത് നമ്മൾ കാണുന്നത്. എങ്ങനെ? നമുക്കറിയാം, അറബികള് അക്ഷരജ്ഞാനില്ലാത്തവരാ, ഉമ്മിയ, ഓൽക്ക് ഒരു വിവരമില്ല. അപ്പൊ കേരളത്തെക്കാളും വലിയൊരു രാജ്യ സൗദി അറേബ്യ. അവിടെ ആകെ എഴുത്തും വായനയും അറിയുന്നത് 10-ൽ താഴെ മനുഷ്യന്മാർക്കാണ്. അപ്പൊ നിരക്ഷരരാണ്. അവര് അള്ളാഹു അങ്ങട്ടാ പ്രവാചകൻ അയച്ചത്. അവരോടാണ് പ്രവാചകൻ ആദ്യമായിട്ട് പടച്ചോനെ പറ്റി പറഞ്ഞത്. ആ പടച്ചോനെ കണ്ടെത്താൻ അറബികളോട് അള്ളാഹു പറഞ്ഞ കാര്യം എന്താ? അവരോട് ഐൻസ്റ്റീനോട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന ഒരു കാര്യം ഓരോട് പറഞ്ഞിട്ട് കാര്യം അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് പേരേതാനും കൂടി അറിയില്ല. അവരോട് അള്ളാഹു അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ വ ഇലൽ അർളി വ ഇലൽ ജിബാലി. ഈ മൂന്നെണ്ണം, ആകാശം, ഭൂമി, പർവ്വതം, ഇതാണ് അന്നും ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ആ മൂന്നെണ്ണത്തിന്റെ മുമ്പിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വെച്ചിട്ട് ഓരോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ അവ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പൊ ആകാശം ഏറ്റെടുക്കാൻ മടിച്ച, ഭൂമി ഏറ്റെടുക്കാൻ മടിച്ച, പർവ്വതം ഏറ്റെടുക്കാൻ മടിച്ച ഒന്നാണ് അമാനത്ത്. അമാനത്തിൽ ഏറ്റവും വലിയ അമാനത്ത് അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതാണ് അഷ്ഹദു. അത് ആ ഉത്തരവാദിത്താണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. 2. മൂന്നാമത്തത്, അത് നിർവഹിക്കണമെങ്കിൽ, അത് പൂർത്തീകരിക്കണമെങ്കിൽ മനുഷ്യർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് അള്ളാഹ് എന്ത് ചെയ്ത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് അയക്കുമ്പോ 3 വാഗ്ദാനം കൊടുത്തു. ഒന്ന്, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അക്കോമഡേഷൻ ഉണ്ട്, താമസ സൗകര്യം ഉണ്ട്. താമസ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുകൾ ജനിച്ചു വരുമ്പത്തിന് പരിയും കുടി ഉണ്ടാക്കി വെച്ചിരുന്നല്ല. ജീവിക്കാൻ ആവശ്യമായ വായു, വെള്ളം, മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഭൂമിയിലുണ്ട്. മാത്രമല്ല, ഭൂമിയിലേ ഉള്ളൂ. ഇന്നേ വരെ ഭൂമി അല്ലാത്തൊരു ഗ്രഹത്തിൽ ജീവന്റെ എന്തെങ്കിലും അടയാളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 969 ജൂലൈ 25 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് മുമ്പ് ശാസ്ത്രലോകത്തിന് ചന്ദ്രനെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ശാന്തസമുദ്രത്തിൽ നിന്ന് അടർന്ന് പൊട്ടിപ്പോയ ഭൂമിയുടെ തന്റെ ഒരു ഭാഗമാണ് ചന്ദ്രൻ എന്നായിരുന്നു. പക്ഷെ ആടെ പോയി നോക്കുമ്പോ കേൾക്കണോ, ചന്ദ്രന് ഭൂമിന്റെ 3.5 ഇരട്ടി പ്രായം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് 10 വയസ്സാണെങ്കിൽ ചന്ദ്രന് 35 വയസ്സായി.
എന്നാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു ചുക്കോടല്ല. വായു അടക്കപ്പെടുന്ന് കൊണ്ടുപോയതാ. ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ അർത്ഥം എന്താ? വലക്കും ഫിൽ അർളി മുസ്തഖർ. നമ്മൾക്ക് മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനം ഭൂമിയിലുണ്ട്. അതാണ് ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തെ എന്താ? വമതാഉ, ഭക്ഷണം, താമസം, വസ്ത്രം, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ, മനുഷ്യന്മാർക്ക് മാത്രമല്ലല്ലോ, എല്ലാ ജീവജാലങ്ങൾക്കും ഇല്ലേ? ഉണ്ട്. എന്നാൽ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത് മറ്റു ജീവികളെ പോലെയാണോ? അല്ല. ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ചില്ലേ? ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ നിർവഹിക്കേണ്ടത്? അതോനെ പഠിപ്പിക്കണം. അതിനകത്ത് എന്ത് പറഞ്ഞു? അതാ മൂന്നാമത്തെ വാഗ്ദാനം. എന്താണത്? എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗ ദർശനം വരും. ആ സന്മാർഗ ദർശനം സ്വീകരിച്ച് പിൻപറ്റി ജീവിച്ചാൽ അവർക്ക് ദുഃഖമോ ഭയമോ ഇല്ലാത്തൊരു ജീവിതം എവിടെയും കിട്ടും, പരലോകത്തിലും. അപ്പൊ ആ ഹുദ പ്രവാചകന്മാരിലൂടെ നമ്മൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ പ്രവാചക ശൃംഖല അന്ത്യപ്രവാചകനിൽ എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഞാൻ അധികം നീട്ടി പറയില്ല, തണുപ്പാണ്, അധിക സമയം ഇവിടെ ഇരുത്താനും പറ്റില്ല ആളുകൾ. പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറഞ്ഞു, തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. തബ്സിറത്ത് എന്നാണ് എന്താ അറിയോ? ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ പുറംകാഴ്ച പോലല്ല. നമ്മളൊരു കുട്ടീനെയും കൊണ്ട് അങ്ങാടിയോ ചന്തയിലോ പോയാൽ ആ കുട്ടിയെ ആകർഷിക്കൽ വലിയ ബലൂണാണ്. അതിനേക്കാളും വിലയുള്ള എന്തൊക്കെ പീടിയുണ്ട്. കുട്ടിക്ക് വലുപ്പം കാണുമ്പോ അതാ ഏറ്റവും നല്ലത്. അത് പുറം കാഴ്ച. എന്റെ വാപ്പ വെച്ചിട്ട് 50 കൊല്ലേ 55 കൊല്ലേ. അപ്പൊ വെല്ലിമ്മയാണ് ഞങ്ങളൊക്കെ പോറ്റിയത്. വെല്ലിമ്മ അന്ന് വരുമ്പോ എന്റെ വീട്ടിൽ, ഞാൻ ഇളയ കുട്ടിയാണ്, എല്ലാവർക്കും പൈസ കൊടുക്കും. പക്ഷെ ആദ്യം എനിക്കാ തരിക. അപ്പൊ എന്റെ മുമ്പില് 10 പൈസയും വെക്കും, 25 പൈസയും വെക്കും. ഏതാ വലുത്? 10 പൈസ. കാരണം വലിയ 10 പൈസ ഞാൻ അതെടുക്കും. എന്റെ കാക്ക ഞാൻ 10 പൈസ എടുക്കാൻ കാത്തുക്കും, 25 പൈസ എടുക്കാൻ. ഓൻകാർ എന്താ വലുത്? അത് ഉൾക്കാഴ്ചയാണ്. എന്റേത് പുറം കാഴ്ചയാണ്. ഉൾക്കാഴ്ചയാണ് വിശ്വാസിക്ക് ഖുർആൻ നൽകുന്നത്. എന്താ ഉൾക്കാഴ്ച? ഒന്ന്, ഞാൻ ആരാണ്, എന്റെ കടമ, എന്റെ ബാധ്യത എന്താണ്, എന്റെ ലക്ഷ്യം എന്താണ്. ഈ 3 കാര്യമാണ് ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആരൊക്കെയാണ്? നമ്മൾ പലരുമാണ്. ഇപ്പൊ ഞാനൊരു പ്രാസംഗികനാ. വീട്ടിലെത്തിയിട്ട് ഈ വേദ പറഞ്ഞാലോ കുട്ടികൾ മേലുകാരാക്കും. അവിടെ വാപ്പയാണ്. ഭാര്യന്റെ അടുത്തെത്തിയ ഭർത്താവായി, വാപ്പന്റെ അടുത്തെത്തിയ മകനായി, ഉമ്മന്റെ അടുത്തെത്തിയാലും മകനായി, കാക്കന്റെ അടുത്തെത്തിയ അനിയനായി, അനിയന്റെ അടുത്തെത്തിയ കാക്കയായി. കേട്ടോ, നമ്മൾ പലരുമാണ്. അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുമാണ് ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആരാണ്? നമ്മൾ ആദ്യം ആരാ? നമ്മളെല്ലാവരും ആരാ? അള്ളാന്റെ അടിമയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട അതാണ്. ഒരു വിശ്വാസി ആദ്യമായി മനസ്സിലാക്കേണ്ടത് അവൻ അടിമ, അവനൊരു ഉടമയുണ്ട്. ഇത് മറന്നുപോലെ ഏറ്റവും വലിയ അപകടം. എല്ലാ അടിമയും ഉടമയും പോലെയുള്ള ബന്ധമല്ല ഈ ഉടമയും അടിമയും തമ്മിലുള്ളത്. എന്താ വ്യത്യാസം? ലോകത്ത് ഒരു ഉടമയും അടിമയെ 24 മണിക്കൂറും കാണൂല. ഒരു ലോകത്ത് ഒരു ഉടമയും അടിമയുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയൂല. എന്നാൽ ഈ ഉടമ ഈ അടിമയെ കാണാത്തൊരു സമയമില്ല, കേൾക്കാത്ത ഒരു സമയമില്ല, അറിയാത്ത ഒരു സമയമില്ല, രേഖപ്പെടുത്താത്ത ഒരു സമയമില്ല. എന്റെ മനസ്സിന്റെ ഉള്ളൊരു ചിന്ത വരുന്നതിന് മുമ്പ് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അങ്ങനത്തെ ഒരു ഉടമ 24 മണിക്കൂർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉടമ. ആ ഉടമയുടെ അടിമയാണ് ഞാൻ എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ പല സ്ഥലത്തും അല്ലാഹ് ഉപയോഗിച്ച പദം അബ്ദ് എന്നാണ്. ആദ്യം ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ അലഖ്. നമുക്കത് ഹിറാ ഗുഹയിൽ വെച്ചിറങ്ങിയതാ. അതില് ഒരു സംഭവം അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? കഅബന്റെ പരിസരത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായി കിടക്കവേ അബൂജഹൽ എന്ന ദുഷ്ടൻ പ്രവാചകന്റെ പിരടിയിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒരു ഒട്ടകത്തിന്റെ കൊടൽമാല കൊണ്ടുപോയി വലിച്ചിടുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ തല അനക്കാൻ കഴിയാതെ വരികയും ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ പോയിട്ട് എങ്ങനെയൊക്കെ വലിച്ചു നീക്കി പ്രവാചകനെ രക്ഷപ്പെടുത്തുകയും ചെയ്തൊരു സംഭവമുണ്ട്. ആ സംഭവത്തെ അപലപിച്ചുകൊണ്ടാണ് എന്ന് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഇറങ്ങി. ഞാൻ അത് വിശദീകരിക്കാനല്ല പറഞ്ഞത്. അവിടെയുള്ള ഒരു പദങ്ങൾ നോക്കണം. ആ തടഞ്ഞ ഒരുവനെ നീ കണ്ടോ? അവന്റെ പേര് അള്ളാഹ്ക്ക് പറയാൻ താല്പര്യമില്ല. ആ തടഞ്ഞവൻ അച്ഛൻ കൈ പറയില്ലേ, അതുപോലെ അബൂജഹലാണ് പറഞ്ഞത്. ആരെയാ തടഞ്ഞത്? നബിയൻ അല്ല, റസൂലൻ അല്ല, മുഹമ്മദൻ എന്നല്ല, പിന്നെ അബ്ദൻ. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കെ തടയുന്ന ഒരുവനെ നീ കണ്ടോന്ന അടിമൻ. 2 സൂറത്ത് ഇസ്രാ മിറാജ് എന്ന് പറഞ്ഞാല് ഇന്നും നമ്മുടെ ശാസ്ത്രത്തിന്റെ എല്ലാ അറിവും കഴിവും വെച്ച് പരിശോധിച്ചാലും തെളിയിക്കാൻ കഴിയില്ല. ആഴാൻ ആകാശത്ത് പോയിട്ട് നേരം വെളുക്കുമ്പോൾ എത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് പ്രവാചക ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഗതിയാണ്. അതൊരു സൂറത്തിന്റെ പേരായിട്ട് അന്ന് സ്വീകരിച്ചു. സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം. ആ സൂറത്ത് ഇസ്രാ തുടങ്ങുന്ന സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം നടത്തിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു. രാപ്രയാണം നടത്തിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ പ്രവാചകന്റെ പേര് പറഞ്ഞില്ല, അബ്ദൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, ഖുർആന്റെ മറ്റൊരു പേരാണ്. 1-ാമത്തെ ആയത്ത് തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. 3-ാമത്തേത് അത് നിർവഹിക്കണം, അത് പൂർത്തീകരിക്കണം. മനുഷ്യരുടെ മേൽ ഈ ഗ്രന്ഥം ഇറക്കിയവൻ. അതിന് അല്ലാഹു വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുൽ സൂറത്തുൽ കഹ്ഫ് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ 3 വാഗ്ദാനങ്ങൾ. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വായു, വെള്ളം, മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഭൂമിയിലുണ്ട്. മാത്രമല്ല ഭൂമിയിലേ ഉള്ളൂ. ഭൂമി അല്ലാത്തൊരു ഗ്രഹത്തിൽ ജീവന്റെ എന്തെങ്കിലും അടയാളം 964 ജൂലൈ 25-ന് മനുഷ്യൻ ചന്ദ്രനെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ശാന്തസമുദ്രത്തിൽ നിന്ന് അടർന്ന് ഭൂമിയുടെ ചന്ദ്രൻ അവിടെ പോയി ചന്ദ്രന് ഭൂമിന്റെ 3.5 ഇരട്ടി പ്രായം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് 10 വയസ്സാണെങ്കിൽ ചന്ദ്രന് 35 വയസ്സ്. എന്നാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു ചുക്കും അതൊക്കെ നമ്മളെ ഏർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ദുആക്കും, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അമതിക്, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ്. വബ്നു അബ്ദിക്, നിന്റെ അടിമയായ അബ്ദുള്ളയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് നിന്റെ കരങ്ങളിലാണ്. മാദിൻ ഫിയ ഹുക്മുക്, ഞാൻ എന്റെ വിഷയത്തിലെ എല്ലാ വിഷയത്തിലും നിന്റെ തീരുമാനം എന്നോ കഴിഞ്ഞുപോയി. അദ്ലും ഫിയ ഖദാഉക്, നീ എന്റെ വിഷയത്തിൽ എന്ത് തീരുമാനിച്ചാലും നീ നീതി സമ്പുഷ്ടനാണ് എന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാം. അത് തുടങ്ങുന്നത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. എന്തിനാ അത് ആവർത്തിച്ച് പറയുന്നത്? അടിമ, ഉടമ, അടിമ. ഇത് പോയാ കഴിഞ്ഞു. ഇതാണല്ലോ പോയപ്പോ നമ്മളിപ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ റോട്ടുമ്പോ കിടക്കുന്ന ഒരു 500 റുപ്യന്റെ ഒരു കെട്ട് നോട്ട് അതിങ്ങനെ നോക്കി അത് എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ എങ്ങട്ടാ നോക്കാന്നറിയോ? ബാക്കോട്ടും മുന്നോട്ടും ഒക്കെ നോക്കും. ആരോ വരുന്നുണ്ടോ? മാപ്പോട്ട് വെക്കോ? ഇല്ല. ആരാള് പടച്ചോൻ ആട് നോക്കുന്നില്ല. നമുക്കാരെയാ പേടി? ജനങ്ങളെയാണ്. ഇവിടെ അടിമ ഉടമ ബന്ധമില്ലാതായില്ലേ? സുലൈഖ, സൂറത്ത് യൂസുഫ് 10-13 കൊല്ലമായി സൂറത്ത് യൂസുഫ് മാത്രം ഗവേഷണം നടത്തിക്കൊടുക്കുന്ന ഒരു പണ്ഡിതനുണ്ട് ലോകത്ത്. 100 കണക്കിന് ഗുണപാഠങ്ങളാണ് സൂറത്ത് യൂസുഫിൽ നിന്ന് അദ്ദേഹം നിർദ്ധാരണം ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉടമ അടിമ ബോധം നിലനിർത്തുന്നതിന്റെ ചരിത്ര.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അവിടുത്തെ സ്ത്രീകള് മോശമായ പ്രവർത്തനത്തിന് വശീകരിച്ചതൊന്നും ഞാൻ ഇവിടെ വന്ന് വഴങ്ങു പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് മഅദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ എന്നാ. അതെവിടെയാ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സുലൈഖ ഒരു റൂമിലേക്ക് അദ്ദേഹത്തെ ഓടിച്ചിട്ട് കയറ്റി വാതിലടച്ച് ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിച്ചപ്പോ റൂം മാറിപ്പോയി. എന്താണ്? അവർ ആരാധിക്കുന്ന റൂമാ. കുറെ പടച്ചോന്മാർ ഇങ്ങനെ കുത്തനെ നിൽക്കണം. അതിന്റെ മുമ്പ് ഇപ്പൊ വ്യഭിചരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ സുലൈഖ എന്താ ചെയ്തത്? നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹത്തിന്റെ മുഖാണ്ട് പൊത്തി ഇനി മൂപ്പര് കാണൂല. പടച്ചോന്റെ കഥ ഇപ്പൊ പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെയാ. നമ്മൾ വാതിലും സീരിയൽ സിനിമ ഒക്കെ തുറക്കണമ്പോ വാതിലും ജനലാണ് ദത്തപ്പന്റെ കഥ. അള്ളാഹ്ക്ക് എന്ത് വാതില? നിങ്ങൾ ആലോചിക്കുക. അള്ളാഹ്ക്ക് എന്ത് ജനോലെ? അങ്ങനെ തോന്നുന്ന വാതിലും ജനലാഴ്ച ആരും കാണൂല. ഈ ബോധമാണ് ആദ്യം ഇല്ലാതായതുകൊണ്ടാ. ഈ ഉടമ അടിമ ബോധം ഇല്ലാതായതുകൊണ്ടാ. അതാണ്. അപ്പൊ ഞാൻ ആദ്യം ആരാണ്? ഞാൻ അള്ളാന്റെ അടിമയാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം, അള്ളാഹിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം, അള്ളാഹിനെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യേണ്ട രൂപത്തിൽ വഴിപ്പെടണം. അങ്ങനെ എന്റെ അടിമത്വം ഞാൻ എന്റെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അതാണ് നമ്മുടെ ബാധ്യത. നമ്മൾ മനസ്സിലാക്കണം. അതിന് 6, 5, 11 കാര്യം അള്ളാഹ് പഠിപ്പിച്ചു. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം. ആ 11 കാര്യം അള്ളാഹിനോട് പ്രവർത്തനത്തിൽ കാണിച്ച് സത്യപ്പെടുത്തണം. അതാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതം. ഇസ്ലാം കാര്യം 5 കാര്യം, ഈമാൻ കാര്യം 6 കാര്യം, വിശ്വാസവും അനുഷ്ഠാനവും അത് 11 എന്റെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം. ഒരു സംഗതി വിശ്വാസാലപ്പെടാ നമ്മൾ വിചാരിച്ചാൽ എന്താ അറിയോ? അറിവ് കൂടിയ അറിവാണ് ഈമാൻ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തുനിന്നും അറിവ് ഇങ്ങനെ വാരി കോരി കൊടുക്കുകയാണ്. പക്ഷെ അറിവല്ല ഈമാൻ. അറിവ് ഈമാൻ ആകണമെങ്കിൽ 3 കാര്യം വേണം. നമുക്കറിയാം, എല്ലാ പള്ളിയിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ഉസ്താദുമാരും മൗലവിമാരും ഖത്തീബന്മാരും എന്തെല്ലാം അറിവാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അറിവ് വർദ്ധിച്ചു. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 27 കൊല്ലായി. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പേര് ഒന്ന് ഫത്തവും കസും കൂടാതെ എഴുതി കാണിച്ചു കൊടുത്താൽ എന്റെ പെണ്ണുങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. ഇപ്പോൾ എഴുതിയ കാര്യങ്ങള് ഞാൻ കൊലയുമ്പോ ഹദീസ് പറഞ്ഞാല് അടുക്കളയിൽ നമ്മൾ പറയുമ്പോൾ ദഈഫാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടല്ല. അത്രയും അറിവ് കൂടി. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പൊ എന്താ ഈമാൻ? നമ്മുടെ ഒരു അറിവായി കിട്ടിയിട്ട് കാര്യമല്ല. ആ അറിവിനെ ഈമാനാക്കി മാറ്റണം. എപ്പോഴാവല് 3 കാര്യം. ഒന്ന് തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക. മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക എന്താ? നമ്മൾ അത് പഠിച്ചു ഉറപ്പുവരുത്തുക. ഈമാൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ബോധ്യ, ഏടോ കേട്ടുകളിലുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് ഇഖ്റ, വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. ഈമാന്റെ ഓരോ കാര്യവും ചിന്തിച്ച് പഠിച്ചു ഉറപ്പുവരുത്തണം. ഒരു സംശയം ഉണ്ടാവില്ല. തസ്ദീഖും ബിൽ ഖൽബ്. രണ്ടാമത്തത് വനത്തുഖും ബിൽ ലിസാൻ. അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രൂപത്തിൽ പറയേണ്ടി വന്നാൽ പറയണം, ഉണ്ടാകരുത്. മൂന്നാമത്തെ എന്താ അറിയോ? വഅമറും ബിൽ ജവാരിഹി. പ്രവർത്തിച്ച് സത്യപ്പെടുത്തണം. നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല. അള്ളാഹു എല്ലാം കാണുന്നു എന്നത് അറിവാണ്. അത് ഈമാനാവലപ്പള. അള്ളാഹ് ഇഷ്ടമല്ലാത്തത് പ്രവർത്തിക്കരുത് ആ ബോധം കൊണ്ട്. അപ്പൊ അത് ഈമാനായി. അള്ളാഹു എല്ലാം കേൾക്കും, അറിവാണ്. അതെപ്പോഴാ ഈമാനാവല്? അള്ളാഹ് കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് ഞാൻ പറയരുത്, അപ്പൊ അത് ഈമാനായി. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നു, അറിവാണ്. എങ്ങനെ ഈമാനാവല്? അള്ളാഹ് രേഖപ്പെടുത്തിയാലും പരലോകത്ത് കുറ്റം കിട്ടുന്ന ഒരു പണി ഞാൻ എടുക്കരുത്, അപ്പൊ ഈമാനായി. ഈമാനാവണം, അറിവുണ്ടായിട്ട് കാര്യമല്ല. ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആളുകൾക്ക് മൈക്കും സെറ്റും ഒക്കെ വെച്ചു കൊടുത്താൽ അള്ളാഹിനെ പറ്റിയും പരലോകത്തെ പറ്റിയും ഒക്കെ മണിക്കൂറുകളോളം സംസാരിക്കും. പക്ഷെ അത് കേട്ടിട്ട് വിചാരിക്കണ്ട, വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല. ഈമാൻ എന്നത് അറിവല്ല, അറിവ് ഈമാനാക്കി മാറ്റണം. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ നാട് കൂളിമാടാണ്. കൂളിമാട് ടൊബാക്കോ ഫ്രീ സോണാണ്, പുകവലി വിമുക്തമാണ്. 25 കൊല്ലായി. എങ്ങനെ അങ്ങനെ ആയത്? ഒരു ചരിത്രമുണ്ട്. അക്ഷര വായനശാല എന്നൊരു വായനശാല ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എല്ലാവരും അതിൽ മെമ്പർ. ഒറ്റ ക്ലബും ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല. ഈ അക്ഷര വായനശാല മാത്രമേ ഉള്ളൂ.
അതിന്റെ പ്രസിഡന്റ് മരിച്ചു. 25 കൊല്ലം മുമ്പത്തെ കഥയെ പറഞ്ഞത്. ക്യാൻസർ രോഗിയായി മരിച്ചതാണ്. അപ്പൊ നമ്മളെ നാട്ടില് എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ള ഒരു സംഘടന എന്ന നിലക്ക് ആരെങ്കിലും മരിച്ചാല് അനുശോചന യോഗം നടത്തും. ഞമ്മക്കത് യോജിക്കാൻ പറ്റില്ല, വേറെ വിഷയമാണ്. പൊതുസമൂഹം അങ്ങനെയാണല്ലോ. അപ്പൊ ഇയാള് മരിച്ചപ്പോ അന്ന് വൈകുന്നേരം കൂടിമാട് അങ്ങാടിയിൽ നിന്ന് ഒരു അനുശോചന 100-300 ആളുണ്ട്. അപ്പോ ഈ അനുശോചന യോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അതിൽ പറയല്? അയാള് അങ്ങനത്തെ ആളേനി, നല്ല ആളേനി, അയാളെ മരിപ്പിച്ചേ ശരിയായില്ല എന്നാണ് അവസാനം പറഞ്ഞു വെക്കല്. അത് പറയാൻ പറ്റുമോ? അള്ളാഹ് തീരുമാനിക്കല്ലോ മരിക്കും. അപ്പൊ ഞാൻ ആ പരിപാടിക്ക് പോലെ ഏതായാലും നമ്മൾ സൈഡിൽ ഇങ്ങനെ കേട്ട് പ്രസംഗം നമ്മൾ കേൾക്കാലോ. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അള്ളാഹിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ മരിപ്പിച്ചേ ശരിയായില്ല എന്നാ അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത്. അവസാനോ ഒരാള് നീറ്റ് എന്ന് പറഞ്ഞു, അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ഇത് കുറെ ആയത് മരിച്ചേ ശരിയായ അയാൾ അങ്ങനത്തെ ആളെ, അതുകൊണ്ട് ഇപ്പൊ അയാൾ നീച്ച് തരുമോ? ഇല്ല. പിന്നെ എന്തിനാ അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? അപ്പൊ അധ്യക്ഷൻ പറഞ്ഞു, അപ്പൊ എനിക്കിത് മനസ്സിലായിട്ട് അനുശോചന യോഗ ഒരുമിച്ച് കൂടി ഒന്നുമില്ല, ആ ദുഃഖം പരസ്പരം പങ്കുവെക്കുക, അതുകൊണ്ട് ഇപ്പൊ അയാൾ നീച്ച് തരുമൊന്നുമില്ല. എന്നാ ഞങ്ങളോട് കാര്യം പറയട്ടെ. എന്താണ്? അയാൾ മരിച്ചത് എങ്ങനെയാ? ക്യാൻസർ ഉണ്ടായിട്ടാ. എങ്ങനെ ക്യാൻസർ ഉണ്ടായത്? അയാൾ ബീഡി വലിച്ചാലല്ല, തിന്നല. ചിലർ അങ്ങനെ ഉണ്ട്. തീപ്പെട്ടി വേണ്ട, ഒന്ന് കടാനാവും, മറ്റേ കത്തിക്കും. ചെയിൻ സ്മോക്കറാ. പീടിയെന്നൊരു സിഗരറ്റ് പേർക്ക് വാങ്ങാൻ ഒന്നാളത് കത്തിച്ച, പിന്നെ അത് മുഴുവനാണ് വലിച്ചു തീർക്കല. അതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത്. നിങ്ങൾ ഏതായാലും ഇവിടെ ഒരുമിച്ച് കൂടിയ നിലക്ക് ഈ പുകവലിക്കെതിരെ ഒരു തീരുമാനം എടുത്തൂടെ? അതല്ല ഏറ്റവും നല്ലത്. അത് തരക്കില്ലാത്ത അഭിപ്രായം. അപ്പൊ അധ്യക്ഷൻ പറഞ്ഞു, ഇതിപ്പോ വലിയൊരു ഉപകാരമാണ്, നമ്മൾ കാര്യം ചെയ്യാം, ഈ പുകവലി എന്ന പരിപാടി നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ 100-300 ആളുണ്ടല്ലോ, നമ്മളാണ് തീരുമാനിക്കുക. ആദ്യം ഇതിൽ വലിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ ആദ്യം വലി നിർത്താൻ തീരുമാനിക്കും. റെഡിയോ? ഭയങ്കര കയ്യടിയൊക്കെ. ഓരോരുത്തർ സാധു വീടി അങ്ങോട്ട്, ദേശ വീടി ഇങ്ങോട്ട്, എന്റെ മുന്നിൽ കൂടെ ഒക്കെ സിഗരറ്റ് പോയ പോക്കം തരിക. അങ്ങനെ എല്ലാരും എടുത്തിട്ടാഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എടുത്തിട്ടാഞ്ഞോലൊക്കെ നോക്കൽ തുടങ്ങി എവിടെ വീണതെന്ന്. കാരണം മനസ്സിന്ന് പോയില്ല. അധ്യക്ഷൻ പറഞ്ഞ ആ ഉഷാറിൽ എടുത്താട്ട് എറിഞ്ഞോലും ഇങ്ങനെ കാലോട് നീക്കിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ രണ്ടാമത് ഈശ്വരാക്കി. ഇത് അധ്യക്ഷൻ കണ്ട്. അപ്പൊ അധ്യക്ഷൻ പറഞ്ഞു, ഇതിപ്പോ നമ്മള് ഇപ്പൊ അറിഞ്ഞതിനോട് അടി എത്തൂല, നമ്മൾക്ക് ബോധവൽക്കരണം നടത്താം. അങ്ങനെ 3 കൊല്ലക്കാലം വീടാന്തരം കയറി പുകയിലയിലെ നിക്കോട്ടിൻ എന്ന വിഷം ഉള്ളിലേക്ക് ചെന്നാലുണ്ടാകുന്ന അപകടം ശരിക്കും മനസ്സിലാക്കി എല്ലാവരും വ്യക്തിപരമായി എഴുതി ഒപ്പിട്ട് ജില്ലാ കലക്ടർ വന്നിട്ടാണ് കൂളിമാട് ടൊബാക്കോ ഫ്രീ സോൺ ആക്കിയത്. ഇനി ഞങ്ങളുടെ നാട്ടില് ഒരാൾ പുകവലിച്ചാൽ അയാളെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ ആരെങ്കിലും വന്ന് അവൾ തീ കൊടുത്താൽ അക്ഷര വായനശാലന്റെ ഒരു പ്രതിനിധി അങ്ങാടിയിൽ ഉണ്ടാവും. അയാൾ വന്നിട്ട് പറയും, ഇവിടെ പുകവലിക്കാൻ പാടില്ല. ആ പുകവലിക്കൽ ഞാൻ അടവണ്ണ മറ്റേ ഇവിടെ പെരുവിൽക്കുണ്ടോ, ഇവിടുന്ന് വരുന്ന ആളാന്ന് പറഞ്ഞാൽ പിന്നെ അടി എപ്പ കിട്ടിയെന്ന് വെച്ചാൽ മതി, ഞങ്ങൾക്ക് കേസില്ല, അതുകൊണ്ട് കരുതിയോളുണ്ട്. ഇവിടെ തച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം പോലീസുകാരനോട് ഒന്ന് കിട്ടുന്നേ ഉള്ളൂ, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഈമാനാവലപ്പോഴാ അത് ഒഴിവാക്കണം. ഒരു പ്രസംഗാട് കേട്ടു, എടുത്തെറിഞ്ഞി, പിറ്റേത്തെ പ്രസംഗത്തിൽ ആ ഈശോയ്ക്ക് എത്തി. അതിനർത്ഥം എന്താ? അറിവ് ഈമാനാവൂല. ഇത് കണ്ടിട്ട് ഞാൻ കുത്തു പറഞ്ഞ സ്ഥലം ഒന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ഭയങ്കര താല്പര്യമായി. ആ പ്രദേശത്ത് ഇഷ്ടംപോലെ പുകവലിക്കാരുണ്ട്. അപ്പൊ ഈ പ്രദേശം ഒന്ന് പുകവലി വിമുക്താക്കിയാൽ തരക്കില്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ അവിടെ ഒരുപാട് ക്ലബുകളും സംഘടനകളും ഓലൊക്കെ കണ്ട് ഓലെല്ലാവരും അങ്ങനെ ഉഷാറാണ്. നിങ്ങളുടെ നാട്ടിലെ മാതിരി നമ്മളെ നാടും അങ്ങനെ ആക്കണം. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു വലിയ സ്വാഗത സംഘം ഉണ്ടാക്കി, 1001 അംഗ സംഘം ഉണ്ടാക്കി ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഒരു സംഘം ഉണ്ടാക്കി. ഒരു സ്കൂൾ മാനേജർ LKG മുതൽ +2 വരെയുള്ള സ്കൂളിൽ സ്റ്റേജ് മൂപ്പർ വക ഫ്രീ. ഈ വരുന്ന 3000 ആക്കുള്ള ഭക്ഷണം ഒരാൾ ഫ്രീ. ഉച്ചക്ക് ഭക്ഷണം ഞാൻ കൊടുത്തോളാം. അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചാല്, മൗലവി ഒരു കാര്യം ചെയ്താൽ മതി, പുകവലിക്കെതിരെ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ഡോക്ടറെ കൊണ്ടുവന്നാൽ മതി, വേറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ആ ഒരു ഉത്സവം പോലെ. ഒരിക്കലും രാവിലെ ആകുമ്പോഴത്തേന് സ്കൂൾ നിറഞ്ഞ് കവിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന ഡോക്ടർ LCD പ്രൊജക്ടിന്റെ സഹായത്തോടെ നിക്കോട്ടിൻ എന്ന വിഷങ്ങനെ കയറിയാല് അന്നനാളത്തിലും ശ്വാസകോശത്തിലും നെഞ്ചിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറിന്റെ ചിത്രസഹിതം അത് കണ്ടോ പിന്നെ ഒരു ബീഡി കൈയോട് തൊടൂല. ഞാനിത് ഇയാള് ക്ലാസ് എടുക്കുമ്പോ ഞാൻ ആരെ നോക്കണെന്ന് അറിയോ? വെൽക്കണോന്റെ മൂത്തിക്കാൻ
ഓരോരുത്തർ കണ്ണൊക്കെ തള്ളി അപ്പൊ തന്നെ തുപ്പൽ ഇറക്കി വെക്കിട്ട് ഇറങ്ങുണ്ടോന്ന് ഓനക്കൊരു സംശയം. പിന്നെ വെച്ച് വെള്ളം കുടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേദന ഉണ്ടോ, ആ തപ്പലും ഒക്കെ തുടങ്ങി. അപ്പൊ ക്ലാസ് ശരിക്കും ഏറ്റ്. ക്ലാസ് കഴിഞ്ഞോടെ ഡോക്ടർ ചോദിച്ചു പുകവലിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ എനിക്ക് 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കള്ള് നിരോധിച്ച സംഭവം ഓർമ്മ വന്നു. എല്ലാവരും കൂടി പറഞ്ഞു, പൊന്നാര ഡോക്ടറെ ഇനി വീടിയുള്ള പീഡിയന്റെ മുന്നിൽ കൂടെ ഞങ്ങൾ പോകില്ല, വലിക്കൽ പിന്നല്ലേ. എന്നാ എഴുതി ഒപ്പിടുക. എല്ലാവരും എഴുതി ഒപ്പിട്ടു. ഒറ്റ ദിവസം കൊണ്ട് ആ ഗ്രാമം ടൊബാക്കോ ഫ്രീ സോണായി. ഇതിന്റെ ക്ലൈമാക്സ് ഇതൊന്നുമല്ല. 3 മണിക്കൂറായി ഡോക്ടർ ക്ലാസ് എടുത്തത്. 3 മണിക്കൂർ ക്ലാസ് എടുത്താൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് പ്രസവിക്കണ എനിക്കറിയാം. അപ്പൊ ഇയാളെ ക്ഷീണം ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഞാൻ ഉടനെ തന്നെ സ്കൂൾ ഓഫീസിൽ അയാളെ ഇരുത്തി അങ്ങാടിയിൽ പോയിട്ട് ഒരു മുന്തിരി ജ്യൂസും ആപ്പിൾ വാങ്ങിയിട്ട് 3-4 കഷ്ണം മുറിച്ച് ഒരു പ്ലേറ്റിൽ ആപ്പിളും ഈ മുന്തിരി ജ്യൂസും കൊടുക്കും. കാരണം ഇയാൾ ഇത്രയും സമയം ശബ്ദത്ത് സംസാരിച്ചല്ലേ, അത്ര ക്ഷീണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഈ ആപ്പിൾ ഒരു കയ്യിലും മുന്തിരി ജ്യൂസും അടിച്ചപ്പോ ഡോക്ടറുടെ കയ്യിൽ സിഗരറ്റാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഞാനിങ്ങനെ. അപ്പൊ നമ്മക്ക് ഇതില്ലാതെ നടക്കൂല. അയാൾക്ക് ഈമാനുണ്ടോ? അറിവുണ്ട്. അയാൾക്കുള്ളത് ഈമാനാണോ അറിവാണോ? അറിവാണ്. ഈ പേരൊപ്പിട്ടവർക്കോ നിക്കോട്ടിൻ പറയാൻ അറിയില്ല, പക്ഷെ ഒരു പേര് ഒഴിവാക്കി, അത് ഈമാനാണ്. ഞമ്മക്ക് എന്താ ഉള്ളത്? അറിവുണ്ട്. അറിവാർക്കല്ലാത്ത ഭർത്താവ് ദേഷ്യം പിടിക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കണം. അറിവ്. ക്ഷമിക്കലുണ്ടോ? ഇല്ല. എന്താ കാരണം? പ്രവർത്തനത്തിൽ. അങ്ങോട്ട് വർത്താനം പറഞ്ഞു, ഞാനും നല്ലോണാണ് പറഞ്ഞു, പിന്നെ മൂപ്പർ മുണ്ടാതായി. എന്താ അങ്ങനല്ലേ എന്തായാലും? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പറയാം, എന്തായാലും മൂപ്പര് ഞാൻ എനിക്കപ്പോലെ മൂപ്പര അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട്, യാതി വർത്താനാ ഇജ്ജ് മുണ്ടാതെ ഇങ്ങനെ നിന്നോ. അപ്പൊ ഈ എങ്ങനെ? ഞാൻ നല്ലോണം പറയലുണ്ട്. ഇപ്പൊ മണ്ടത്തായിരുന്നല്ല, ഇപ്പൊ പിന്നെ മൂപ്പര് മുണ്ടല്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആർക്ക് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം എന്ന് ആർക്കും അറിവില്ലാത്തത്? നിസ്കരിക്കലുണ്ടോ? ഇല്ല. അറിവ് ഈമാനാവല് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സഹോദരന്മാരെ. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ഈമാനാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കണം. ലുഖ്മാൻ ഹക്കീം റഹിമഹുല്ലാ സൗദി അറേബ്യയിൽ ജീവിച്ച കുറിയ ഒരു കറുത്ത മനുഷ്യനെ നിങ്ങൾക്കറിയോ? പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന് ഒരു സൂറത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം എത്രയാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സഹാബികൾക്ക് സ്വർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ഒറ്റ സഹാബിന്റെ പേരിലും ഖുർആൻ സൂറത്തില്ല. പക്ഷെ ലുഖ്മാൻ ഹക്കീം റഹിമഹുല്ലാഹ് സൂറത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്വം എത്രയാണ്? അദ്ദേഹത്തെ പറ്റി ഒരുപാട് കഥകൾ പല കിതാബിലൂടെ, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു കിതാബിൽ ഞാൻ വായിച്ചത്, അദ്ദേഹം ഒരിക്കലും മകനോട് പറഞ്ഞു, മോനെ നിന്നോട് ഞാൻ എന്നും പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സത്യം പറയണം, മാതാപിതാക്കളെ അനുസരിക്കണം, പഠിക്കണം. കുട്ടിക്ക് ഇതൊന്നും കേൾക്കുന്നത് താല്പര്യം നമുക്കറിയാലോ. ഇത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇന്ന് നിനക്ക് എന്ത് തെറ്റും ചെയ്യാം. നിനക്ക് ഇഷ്ടമുള്ള തെറ്റ് എന്താണോ യുദ്ധം നിനക്ക് ചെയ്യാം. എനിക്കും ആണല്ലോ ഒരു ചേഞ്ച്. ഒരു ദിവസം തന്നെ നിസ്കരിക്കുക, പള്ളിയിൽ പോവുക. എനിക്കും ഉണ്ടാവുമല്ലോ തെറ്റ് ചെയ്യാനൊരു ആഗ്രഹം. ഇന്ന് അതിനുള്ള ദിവസം, നാളെ പറ്റൂല. ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂർ സമയം ഫ്രീ, എനിക്ക് എന്തും ചെയ്യാം. അങ്ങനെ ഒരു വാപ്പ പറഞ്ഞപ്പോ മകന് ഒരു സംശയം, വാപ്പ വിരാന്തായിരുന്നു, അച്ഛന്റെ കാര്യമാണല്ലോ, ഇതുവരെ നല്ലത് പറഞ്ഞു പെട്ടെന്ന് ഇപ്പൊ നേരായിട്ട് എതിര് പറയുമ്പോ നമ്മൾ വിചാരിക്കുമല്ലോ എന്തോ ഉണ്ടാവും, വയസ്സായതല്ല, എന്തെങ്കിലും തകരാറുണ്ടാവും എന്ന് തോന്നാം. അപ്പൊ കുട്ടി അടുക്കളേക്കാ പോയി. അടുക്കളേക്ക് പോയി വാപ്പൻ, നിങ്ങൾ വാപ്പന്റെ അടുത്തേന്. ആ വാപ്പ കുഴപ്പം വേറെ തകരാറൊന്നുമില്ല, ഇന്നത്തെ മര്യാദ വർത്താനം പറയാം. വാപ്പ എന്നോട് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള തെറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് വാപ്പ ഞാൻ വിചാരിച്ച മനുഷ്യന്റെ കാര്യമാണല്ലോ, എപ്പോഴാപ്പ ബുദ്ധി ഇല്ലാതെ. ബുദ്ധിക്കൊരു തകരാറൊന്നും വാപ്പയില്ല. എനിക്കൊരു അവസരം തന്നതാ, എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് എന്താ ചെയ്യാനുള്ള പോയി ചെയ്തത്. അപ്പൊ എന്തോ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടി ഇറങ്ങി പോകുമ്പോ വാപ്പ പറഞ്ഞു, പാടോ ആ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒടുക്കാൻ പോണത് എങ്ങനെ നിങ്ങളോട് പറയാം? ഞാൻ തെറ്റ് ചെയ്യാൻ പോകുമ്പോ വാപ്പനോട് പറയാൻ പറ്റൂലല്ലോ, ശരി ഒക്കെ പറയണ്ട. പക്ഷേ എന്ത് തെറ്റ് ചെയ്യാണെങ്കിലും അള്ളാഹ് കാണാത്തോടത്ത് പോയിക്കോണ്ടിട്ടോ. ഏടേന്നറിയാം, അമ്മനോട് വെച്ച് നോക്കുക. അള്ളാഹ് കാണാത്ത സ്ഥലമാണ്, വാപ്പനോട് വെച്ച് നോക്കുക. അങ്ങനെ വാപ്പന്റെയും എന്റെ ഇടയിൽ നിന്നാണ് വൈകുന്നേരം 6 മണിയായി. അള്ളാഹ് കാണാത്ത സ്ഥലമല്ല, നമ്മളുണ്ട്. എവിടെ? ഡൈനിങ് ഹാള്. എപ്പോ? വാതിൽ ഞാൻ അടച്ച ആരും കാണില്ലല്ലോ. അള്ളാഹ് വാതിലടക്കുന്ന ഏത് വിളിക്കണ അള്ളാനെ. വാതിലടച്ചാ പിന്നെ ആരും കാണില്ല. വേറെ നാട്ടിൽ പോയാലോ ആരും കാണില്ല, രാത്രി ആയാലോ കാണില്ല. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കില്ലേ?
സഹോദരന്മാരെ, അങ്ങാടിയും അടുക്കളയും തമ്മിൽ വ്യത്യാസമില്ല. നമുക്ക് അടുക്കള ചെയ്യാൻ അങ്ങാടി ചെയ്യാൻ പഠിക്കുന്നത് അടുക്കള ചെയ്യും, പകല് ചെയ്യാൻ പഠിക്കുന്നത് രാത്രി ചെയ്യും, സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യാൻ പഠിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയാൽ ചെയ്യും. എന്താ അർത്ഥം? അള്ളാനെ പറ്റി മനസ്സിലായില്ല. അള്ളാ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് അള്ളാനെ പറ്റി അറിയേണ്ടതുപോലെ അറിയണം, അത് പ്രവർത്തന രൂപത്തിൽ വരണം. അതാണ് ഉമർ അള്ളാഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞൊരു പെണ്ണിന്റെ കഥ ഞാൻ പറയില്ലെങ്കിൽ തല്ലും. കാരണം കേട്ട് 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 ഏത് കാലം. എന്താ കാണാം? അള്ളാനെ പറ്റിയുള്ള അറിവ് ഈമാനാക്കിയ ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടിനെയാണ് ഉമർ അള്ളാഹു തന്റെ രണ്ടാമത്തെ മോന് പെണ്ണായി സ്വീകരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം. അറിവുണ്ടായിട്ട് കാര്യമല്ല, പ്രവർത്തനത്തിൽ വേണം.